വീഡിയോ ഇതെന്താ ഒരു പള്ളി പോലും. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആമിക്കൊരു ചെറിയ സർപ്രൈസാണ്. ആമിക്ക് സർപ്രൈസ് ഞാൻ ആമിയുടെ കസിൻസൊക്കെ വരുന്നുണ്ട്. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, അവർ വന്നൊരു വീഡിയോ ഒക്കെ. അപ്പോൾ അതുപോലെ തന്നെ അവർ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആമിയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സർപ്രൈസായിട്ടുള്ള ആമിയുടെ റിയാക്ഷനൊക്കെ എടുക്കാമെന്ന്. അത് സർപ്രൈസ് എന്നൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ വട്ടം ഒരു തിരിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്, പക്ഷെ അതെനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊരു അവസരമൊക്കെ എടുത്ത് ആ വീഡിയോയും ആദ്യം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടോ, എന്നിട്ട് വരുന്ന വീഡിയോ കാണാം. ചിക്കരി ബൈ ടാറ്റ. ഇല്ല ഇല്ല അമ്മക്ക് പുളി പോണെന്ന് പറഞ്ഞില്ല. ചേട്ടന് സ്കൂളിൽ പോണ്ടെന്ന് വെച്ചേ. ബൈ പറഞ്ഞ നാളെ ഇല്ല, ചെന്നൈക്ക് പോണ പുളി പോണ പോലെ ചേച്ചിക്ക്. ശരി വരാ ശരി വരാ. ഇല്ല 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 ഞങ്ങളൊന്നും ഇല്ല. വെറുതെ നിർത്തി കഴിച്ചു. നമുക്ക് പോവാം. ആമ്മയുടെ കയ്യിൽ എത്ര കാശാ. ചതി വീഡിയോ ആണ്. ചതി മീൻസ് എന്നോട് ഒരാൾ ഒരു സീക്രട്ട് പറഞ്ഞു, പക്ഷെ അതെനിക്ക് ആ സീക്രട്ട് മനസ്സിൽ വെക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ഇവിടെ ബാത്റൂമൊക്കെ പണിയുന്നുണ്ട്. അപ്പം പണിക്കാരിന്ന് വരും എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഒരാൾ സർപ്രൈസായിട്ട് അമ്മയെ വിസിറ്റ് ചെയ്യാൻ വരും. അമ്മയുടെ മൂത്ത മോള് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി. അപ്പം ഞാൻ അത് അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ ആ പണിക്കാരിന്ന് ഇവിടെ വന്ന് അവർ വരുമ്പോൾ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ പിന്നെയും പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇന്നത്തെ ട്വിസ്റ്റ് അതെല്ലാം ഞാൻ മക്കു ചേച്ചിയോട് പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മയോട് ഓൾറെഡി അമ്മയ്ക്ക് അറിയാം മക്കു ചേച്ചി വരുന്ന കാര്യം. പക്ഷേ മക്കു ചേച്ചി ഇപ്പോഴും മക്കു ചേച്ചിയോട് ഞാൻ പറഞ്ഞ സർപ്രൈസ് ആയിരിക്കണം. മക്കു ചേച്ചി വരുന്ന കാര്യം ശരിക്കും അമ്മയ്ക്ക് അറിയാം. പക്ഷെ നമ്മൾ സർപ്രൈസായിട്ടാണ് അമ്മ അഭിനയിക്കും, സർപ്രൈസ് ആയ പോലെ. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചാൽ അമ്മയുടെ സർപ്രൈസിൻ്റെ കൂട്ടെ. അപ്പം ഞാൻ മക്കു ചേച്ചി ഇപ്പോൾ വിളിച്ച് പറയാൻ പോവാ. മക്കു ചേച്ചി രണ്ടുപേരും ഇപ്പം മക്കു ചേച്ചിയുടെ ഹസ്ബൻഡും മോനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയോട്. അപ്പം നിങ്ങൾ മാറി നിൽക്കണം, ഫസ്റ്റ് അവർ കയറി വരട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾ വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം അവർ അമ്മയുടെ സർപ്രൈസ് വീഡിയോ കാണിച്ചു തരാം. പക്ഷെ അമ്മയ്ക്ക് അറിയാം കേട്ടോ, അഭിനയിക്കില്ലെന്ന് നോക്കാമല്ലോ അമ്മ. മക്കു ചേച്ചിയെ വിളിച്ച് പറയട്ടെ. ആദ്യം മഹേശ്വരനും കുഞ്ഞുട്ടിനെ മാത്രം അകത്തോട്ട് വിട്ടിട്ട് പിന്നെ മക്കു ചേച്ചി വന്നാൽ മതി. ഹലോ മക്കു ചേച്ചി, നിങ്ങൾ ഇറങ്ങിയോ? ഇറങ്ങാൻ പോവാ. എന്തേ? മക്കു ചേച്ചി ആദ്യം മഹേശ്വരനെ കുഞ്ഞൂട്ടിനെ മാത്രം അകത്തോട്ട് വിട്ടാൽ മതി, അത് കഴിഞ്ഞ് വന്നാൽ മതി. ശരി ശരി ഓക്കെ. ഞാൻ ആ കിണറിന്റെ അവിടെ ഇറങ്ങാട്ടാ. ശരി. എന്താ മണ്ടിയാ മക്കു ചേച്ചി അറിയുന്നില്ല ഞാനിങ്ങനെ ചെയ്യുന്നു. ഞാനിത് പറയാനുള്ള പറയത്തില്ലായിരുന്നു. എന്ത് ചൊവ്വാഴ്ച? പയ്യന്റെ പേപ്പർ ശരിയാവില്ല. അപ്പൊ ഞാൻ ചൊവ്വാഴ്ച ചെന്നിട്ട് നോക്കിട്ട് പറയാന്ന് പറഞ്ഞു. മക്കു ചേച്ചി അവിടെ ഒളിച്ചിരിക്കുമെന്ന് പറഞ്ഞില്ലേ, അത് ആ പ്ലാനും പൊട്ടിക്കാൻ വേണ്ടി അമ്മ നടക്കാൻ തുടങ്ങി. അമ്മയും കൂടെ കുറേ ദൂരം നടന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് വയ്യ, ടയേർഡായിരുന്നു.
അയ്യോ നിങ്ങൾ വന്ന അയ്യോ ആമിക്ക് അറിയായിരുന്നു ഇവര് വരുന്ന കാര്യം. ആമിക്ക് അറിയായിരുന്നോ? ഇല്ല. മുടി വെട്ടിയോ ചിക്കിരിയുടെ? ഞാൻ ഫോട്ടോ അയച്ചു തന്നല്ലോ. ഞാൻ ഫോട്ടോ അയച്ചു തന്ന മക്കു ചേച്ചിക്ക് ഇവര് നടക്കുന്ന വീഡിയോ അയച്ചു തന്നായിരുന്നു. അത് ഞാൻ അതുകൊണ്ട് അയച്ചു തന്നെ. അമ്മക്ക് സർപ്രൈസ് ആയി കണ്ട. മക്കു ചേച്ചിക്ക് സർപ്രൈസ് ആയി. അമ്മക്ക് ചിരിച്ചിരിച്ച് മതിയായി. അമ്മ കൊറേ ചിരിക്കുന്നു. അയ്യോ വീഡിയോ അമ്മക്ക് കഷ്ടം. അല്ലെങ്കിൽ നിങ്ങ അവിടെ ഇങ്ങനെ ഒളിച്ചെങ്കിലും ഇരുന്നിട്ട് വരായിരുന്നു. പക്ഷേ വിളിച്ചു കാണിച്ച് അമ്മയുടെ ഈ ചീടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ചിരിക്കുന്നത്. ശരിക്കും മക്കു ചേച്ചിയുടെ അവസ്ഥ ഓർത്താണ് ചിരിക്കുന്നത്. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ശാരദ ചേച്ചിക്ക് എന്തായാലും നല്ല സർപ്രൈസായി. ശാരദ ചേച്ചിയുടെ മുഖം കണ്ടോ? ശരിക്കും ഈ വീഡിയോ കണ്ടാൽ മാത്രമേ മക്കു ചേച്ചിക്ക് മനസ്സിലാവത്തുള്ളൂ ശരിക്കും മക്കു ചേച്ചിക്കാണ് ഞങ്ങൾ സർപ്രൈസ് കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.